എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ RSSന്റെ ഗണഗീതം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഗണഗീതം പാടിയത്. വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ശരി ശരി നിതിൻ സേവ്യർ, തല കുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ. നിതിൻ, ഈ RSSന്റെ പാട്ട് പാടുന്നു, അത് റെയിൽവേ പങ്കുവെക്കുന്നു എന്ന് വെച്ചാൽ ടോട്ടൽ RSSന്റെ ഒരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് ഈ പരിപാടിയിൽ ക്ഷണിച്ചവർ കൂടുതലധികം പേരും BJP നേതാക്കൾ, RSS നേതാക്കളൊക്കെ തന്നെയായിരുന്നു. എറണാകുളത്തെ പ്രധാനപ്പെട്ട BJP നേതാക്കളെ അല്ലെങ്കിൽ RSS നേതാക്കളെയൊക്കെ തന്നെ ഈ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വന്ദേ ഭാരതിന്റെ ട്രെയിൻ യാത്രയിൽ ഈ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ഗണഗീതം പാടിച്ചത്. ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും പുറപ്പെട്ട അല്പസമയത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഗാനം ആലപിച്ച് ഇത് കുട്ടികളെ കൊണ്ട് പാടിച്ചത്. സദേൺ റെയിൽവേ തന്നെ ഇത് റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ ഈ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. നരേന്ദ്രമോദി എത്താൻ വൈകിയത് കൊണ്ട് വളരെ താമസിച്ചാണ് ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും പുറപ്പെട്ടത്. 8 മണിയോടെ പുറപ്പെടുമെന്ന് അറിയിച്ച ശേഷം പിന്നീട് 8:30 തന്നെയാണ് ഈ ട്രെയിൻ പുറപ്പെട്ടത്. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഇത് ഒരു RSSന്റെ പരിപാടി അല്ലെങ്കിൽ BJPയുടെ പരിപാടി തന്നെയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇത്തരം ഇതിലൂടെ നടക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിഷാദ്.